ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് റിയാക്ഷൻ വീഡിയോ ഇട്ടല്ലാണ് ഇപ്പോൾ പണി. റിയാക്ട് ചെയ്യുക. ഞാനൊരു ക്രിസ്ത്യ സോങ് പാടി അതിനെക്കുറിച്ച് ഞാൻ ഇട്ട് കഴിഞ്ഞ്. അതിനുശേഷം ഇപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ തെറി പറയാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. തെറി വളരെ മോശം വേർഡ്, അത് മുസ്ലിംസ് നെയിമൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കള്ളും കഞ്ചാവും അടിച്ചിട്ട് നടക്കുന്ന കുറേ വ്യക്തികളാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ തെറി പറയാനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ എന്തെങ്കിലും കാണിച്ചോട്ടെ. ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ എന്തായാലും ഈ പറയുന്ന വ്യക്തികളുടെ ആരുടെയും ഖബറിലേക്ക് വരില്ല, അവരാരും എൻ്റെ ഖബറിലേക്കും വരില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ആർക്കും എന്ത് പ്രോബ്ലം? എൻ്റെ ഖബറിലെ ശിക്ഷ ഞാനല്ലേ അനുഭവിക്കുക, അല്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലോകം മൊത്തമുള്ള ആളുകളെ നന്നാക്കാൻ ഇറങ്ങി തിരിച്ചാൽ നടക്കുമോ? ഓരോരുത്തർക്കും തോന്നണതല്ലേ ചെയ്യണേ. എന്തിനാണ് ഈ കള്ളും കഞ്ചാവൊക്കെ അടിച്ചിട്ട് അത് ഈ മറ്റുള്ള പെണ്ണുങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങാണ്ട് യൂസ് ചെയ്യണം? എനിക്ക് മനസ്സിലാവണില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എഴുതിയ സോങ്ങും ഞാൻ പാടുന്ന സോങ്ങും എല്ലാം എനിക്കിഷ്ടമുള്ള പോലെയൊക്കെയാണ് ഞാൻ പാടി വച്ചേക്കുന്നതും ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങളും. ആരും 100% പെർഫെക്ഷനായിട്ടുള്ള ഒരു മനുഷ്യനും ഇപ്പോൾ ഈ ദുനിയാവിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, അല്ലേ? ഇതിപ്പോൾ എത്രയൊക്കെ ഇൽമ പറയണ്ടെങ്കിൽ, എത്രയൊക്കെ കാര്യങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്നത് കൊണ്ടാണല്ലോ ഇതിനൊക്കെ കമൻറ്റ് കൊടുക്കണം. ഇത് വീഡിയോ കാണുന്നത് കൊണ്ടാണല്ലോ. ഇത് കാണാതിരുന്നൂടെ? ഇത്രയും നല്ല മനുഷ്യരാടി. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ വന്ന് പെണ്ണുങ്ങൾ തുള്ളണതും അല്ലെങ്കിൽ ഡാൻസ് കളിക്കണതും പാട്ട് പാടണതും ഒക്കെ എന്തിന് കാണാൻ നിൽക്കണം? ഈ നല്ല ആളുകൾക്കത് അവോയ്ഡ് ചെയ്തൂടെ? ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചോട്ടെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഏരിയയിലേക്ക് നമ്മൾ പോകണില്ല, അത്രയും കൂടെ വിചാരിച്ചാൽ പോരെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിന് ഇത് ഈ ഇടുന്ന വീഡിയോസെല്ലാം കണ്ടിട്ടാണല്ലോ കുറേ പെൺകുട്ടികളും കുറേ ഉമ്മമാരും കുറേ ആൾക്കാരും ചിലപ്പോൾ അവരുടെ കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ അവരുടേതായ ചെറിയ ചെറിയ കഴിവുകൾ ഇതൊക്കെ ഇടും. എൻ്റെ പൊന്നോ, അത് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ ലഹളയും ബുക്കാറും ഇതിനു വേണ്ടി കൊടി പിടിച്ചിറങ്ങണ എന്തിനാണ്? എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം. ഞാൻ എൻ്റെ വേറൊരാളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോണില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയാണ് പോണത്. എൻ്റെ പുറത്തേക്ക് ഇങ്ങോട്ട് വന്ന് ചൊറിയുമ്പോഴല്ലേ നമ്മൾ റിയാക്ട് ചെയ്യണുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയിട്ട് ചീത്ത പറയണ്ടല്ലേ, ഞാൻ ഈ പാട്ട് പാടുന്ന എൻ്റെ വീട്ടിൽ വന്നിരുന്ന് പാടുന്നത് കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിൽ പോയിരുന്നിട്ട് ഞാൻ അയാളുടെ വീട്ടിലിരുന്നാണോ ആ പാട്ട് പാടുന്നത്? എനിക്കറിയാൻ പാടില്ല. എൻ്റെ റബ്ബേ, ഇത് എന്തോ നടക്കണേ? ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിടുന്ന വീഡിയോസ് കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണാതിരുന്നൂടെ? പിന്നെ ഇതിനകത്ത് എന്തിനാണ് ചീത്ത പറയാൻ തന്നെ? എനിക്ക് മനസ്സിലാവാത്തത് അതാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കാലഘട്ടം, ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എന്താ പറയുക, നല്ല നല്ല പരിപാടികൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് മോശം ഉണ്ടാവായിരിക്കും. ഞാൻ പറയാൻ ആളല്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് കഴിവുള്ളവർക്ക് അവരുടെ എന്താ പറയുക, പാട്ട്, ഡാൻസ്, അവർക്ക് പറ്റുന്ന കുക്കിങ്, ഇതൊക്കെ കിട്ടുന്നതിൽ ഞാനൊരു തെറ്റും കാണാറില്ല. അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്തിനാണ് നമ്മളിത് കാണണ്ട? ഈ ചൊറിയാൻ പോണത് ഇത് കണ്ടിട്ടല്ലേ? ഇത് കാണണ്ട, പ്രശ്നം തീർന്നല്ലോ. നമ്മൾ ഈ ചീത്ത പറയാനായിട്ട് ഒരാളുടെ വീഡിയോ പോയി കാണുക, എന്നിട്ട് അയാളെ ചീത്ത പറയുക, അന്ന് പിന്നെ ഇത് കാണാം. അത്രയും നല്ല മനുഷ്യന്മാരാരും ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് കാണാതിരുന്നാൽ പോരെ? എൻ്റെ പൊന്നു മനുഷ്യരെ, ഞാൻ ചോദിക്കുന്നത് ചുമ്മാ ചോദിക്കണല്ല, എനിക്കൊന്നും മനസ്സിലാകാത്തോണ്ട് ചോദിക്കണേ. ഇതൊക്കെ എന്തിനാണ് ഈ ആൾക്കാർ വന്നിട്ട് ചുമ്മാ ഇത് ചീത്ത പറയണേ? എൻ്റെ വീഡിയോ കാണണ്ടാന്ന്. ഞാൻ യൂട്യൂബ് ചാനൽ ഇങ്ങോട്ട് ഇപ്പോൾ 3 മാസമായിട്ടുള്ളൂ, 3 മാസം ആവണുള്ളൂ. ഞാൻ ആരുടെയും വീട്ടിൽ വന്നാൽ, ഞാൻ ഈ കുവൈറ്റിൽ ജോലി ചെയ്യാണ്, ആരുടെ വീട്ടിൽ വന്നോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം എന്ന് പറഞ്ഞ കത്തിയ കോടാലിയായിട്ട് ഞാൻ ആരുടെയും വീട്ടിലേക്ക് വന്നോ? എന്തൊരു കളിയായി നടക്കണേ? എന്ത് കളി ഇത്? പടച്ചറപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ കാണാം. തെറി പറയരുതെന്ന് ഞാൻ ആദ്യം മുതലൊക്കെ പറയുന്നൊരു കാര്യമാണ്. പടച്ചോനോർത്ത് ഈ ചാനലിലും തെറി പറയാൻ നിൽക്കേണ്ട. ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ടാന്ന്. അപ്പം
എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും ചാനൽ ഇഷ്ടമുള്ളവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് വയ്യ, പറഞ്ഞ് ഞാൻ മടുത്ത്. ഓ എൻ്റെ റബ്ബേ. ഇനിയിപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തി ഒരു 1000 സബ്സ്ക്രൈബർ വരെ ആയിട്ടില്ല. അതിന് മുമ്പ് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിപ്പോകാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ബുദ്ധിമുട്ടണേ? നടക്കില്ല. ഈ യൂട്യൂബുകാർ എന്നെ ഇത് ക്ലോസ് ചെയ്യല്ലാണ്ട് റംസീന ഇത് നിർത്തൂല. എനിക്ക് പറ്റണ പോലെ എനിക്കറിയാവുന്ന പാട്ടൊക്കെ ഞാൻ എഴുതിയ പാട്ടുകൾ പാടും. എനിക്ക് പറയാവുന്ന എന്താ പറയുക സോങ്സൊക്കെ മ്യൂസിക് ഇട്ട് പാടും, ഇടാണ്ട് പാടും. എന്താ പറയുക കുക്കിംഗ് എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് കുക്കിങ്ങിൻ്റെ ടൈം കുക്ക് ചെയ്യണമെന്ന് തോന്നി കുക്ക് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്ടമുള്ളവർ കാണാം, ഇഷ്ടമില്ലാത്തവർ അതങ്ങോട്ട് കാണാതെ പോവുക. ഓക്കെ, അതൊന്നും തളർത്താമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ റംസീനയുടെ എല്ലാ വീഡിയോയുടെയും താഴെ പോയി തെറി പറയണം, അതോടെ അവളത് നിർത്തിപ്പോക്കോളുന്നു? വെറുതെ, വെറുതെ. ഓക്കെ.